നമസ്കാരം. ഫ്രീഡം മലയാളം ബിസിനസ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഒരുപാട് വീട്ടമ്മമാർ തൊഴിലില്ലാതെ ഇരിക്കുന്നുണ്ട്. അതായത് ജോലി ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടാകാം. ചില സാഹചര്യത്തിൽ അവർക്കത് സാധിക്കാതെയും വരും. കാരണം വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടാകാം, അതല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ തൊഴിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇച്ഛാശക്തി അവരിൽ ഉണ്ടാകും. പക്ഷെ ചില ഈ പറഞ്ഞ സാഹചര്യങ്ങൾ കാരണം അവർക്ക് അതിന് സാധിക്കാതെ വരുന്നു. എന്നാൽ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നുകൊണ്ട് വളരെ ചെറിയ മുതൽ മുടക്കിൽ മികച്ച വരുമാനം നേടാൻ സാധ്യമായ ചില ബിസിനസ് ഐഡിയകളുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ 2000 രൂപ മുതൽ മുടക്കിക്കൊണ്ട് 25 മുതൽ 60% വരെ പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള 8 ബിസിനസ് ഐഡിയകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഞാൻ അവിനാഷ്. ഒരിക്കൽ കൂടി ഫ്രീഡം ബിസിനസ് മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം അച്ചാർ നിർമ്മാണത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്കറിയാം, അച്ചാർ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ കൂടാത്ത ഒരു ഭക്ഷ്യ വിഭവമാണ് നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ. എത്രത്തോളം മാർക്കറ്റ് ഇതിനുണ്ട് എന്നത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് ഇത് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ അച്ചാർ എന്ന് പറയുന്ന ഒരു ബിസിനസ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായും വീട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കൊരു അച്ചാർ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ സാധിക്കും. യൂണിറ്റ് തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് വളരെ ചെറിയ തോതിൽ തന്നെ അച്ചാർ നിർമ്മിച്ച് വിറ്റ് കഴിഞ്ഞാൽ തന്നെ മികച്ച ഒരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് നേടാൻ സാധിക്കും. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്, എന്തൊക്കെ ഉപകരണങ്ങളാണ് നമുക്ക് അച്ചാർ നിർമ്മാണത്തിന് ആവശ്യമുള്ളത്? ആദ്യം ജാറുകളാണ്. വലുത് തന്നെ ആവണമെന്നില്ല, ചെറുതായാലും കുഴപ്പമില്ല. നമ്മൾ തുടക്ക സമയത്ത് നമുക്ക് ചെറുത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ജാറുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് എന്ന് പറയുന്നത് അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒന്നുമല്ല. ഉപ്പ് എന്ന് പറയുന്നത് വളരെ സുലഭമായിട്ട് നമുക്ക് കടകളിൽ നിന്ന് ലഭിക്കും. കൂടാതെ എന്ത് അച്ചാറാണോ നമ്മൾ നിർമ്മിക്കുന്നത് അതിനാവശ്യമായ മെറ്റീരിയൽ, മാങ്ങയാണെങ്കിൽ മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, അതെല്ലാം മാംസ വിഭവങ്ങളിൽ നിന്ന് പോലും അച്ചാർ ഉണ്ടാക്കാറുണ്ട്. ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെമ്മീൻ വെച്ചുള്ള അച്ചാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ അച്ചാറുകളാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്, അതിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിച്ചു വെക്കുക. നിങ്ങൾ ഒരു മാങ്ങ അച്ചാർ, ഒരു 1/2 കിലോ മാങ്ങ അച്ചാർ വിറ്റാൽ തന്നെ നിങ്ങൾക്ക് 250 മുതൽ 300 രൂപ വരെ ഉണ്ടാക്കാൻ വേണ്ടി സാധ്യമാണ്. അതുപോലെ തന്നെ അതൊരു 300 ഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് 100 തൊട്ട് 200 രൂപ വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈസി ആയിട്ട് 25% മുതൽ 30% വരെ പ്രോഫിറ്റ് നിങ്ങൾക്ക് അച്ചാർ നിർമ്മാണത്തിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ഒരുപാട് ആളുകൾ ഇന്ന് അച്ചാർ നിർമ്മാണത്തിലൂടെ വലിയ ലാഭം നേടിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലിരുന്നു കൊണ്ട് ചെറിയ രീതിയിൽ അച്ചാർ നിർമ്മാണം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്രാജുവലി അതിൻ്റെ ബിസിനസ്സുകളെല്ലാം നോക്കി നമുക്ക് വലിയ വലിയ യൂണിറ്റാക്കി അത് മാറ്റാനും അത് വലിയൊരു സംരംഭമാക്കി മാറ്റിമറിക്കാനും നമുക്ക് സാധ്യമാണ്. മെഴുകുതിരി നിർമ്മാണം അഥവാ കാൻഡിൽ മേക്കിംഗ് ആണ് അടുത്ത ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് മെഴുകുതിരി നിർമ്മാണ ബിസിനസ്സിന് നമുക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ? മെഴുക് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇത് ഉരുക്കുന്ന പാത്രങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഒരു തെർമോമീറ്റർ നമുക്ക് ആവശ്യമുണ്ട്. മെഴുക് ഉരുക്കി ഒഴിക്കുന്ന മോൾഡുകൾ, ഏത് ഷേപ്പിലാണോ മെഴുകുതിരി നമ്മൾ ഉണ്ടാക്കുന്നത് അതിന്റെ മോൾഡ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൂടാതെ തൂക്കം നോക്കുന്ന ഒരു മെഷീനും നമുക്ക് ആവശ്യമുണ്ട്. 100 രൂപ മുതൽ 1000 രൂപ വരെ മെഴുകുതിരിക്ക് നമുക്ക് പണം ഈടാക്കാം. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന മെഴുകുതിരിയുടെ ക്വാളിറ്റിക്കും സ്റ്റാൻഡേർഡിനും അനുസരിച്ച് വില നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം, 30 മുതൽ 50% വരെ പ്രോഫിറ്റ് നിങ്ങൾക്ക് മെഴുകുതിരി നിർമ്മാണത്തിൽ നിന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പപ്പട നിർമ്മാണമാണ് അടുത്ത ഒരു ബിസിനസ് ഓപ്ഷൻ. ഞാൻ അച്ചാറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പപ്പടം എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. ഇവൻ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ പുറത്തും ആളുകൾ സുലഭമായിട്ട് തന്നെ പപ്പടം ഉപയോഗിക്കുന്നുണ്ട്. പപ്പട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? ധാന്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. എന്ത് പപ്പടമാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ധാന്യം നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് നമുക്ക് വേണം. അതുപോലെ തന്നെ സ്പൈസസ്, അതായത് പപ്പടത്തിൽ നമ്മൾ എന്തെങ്കിലും സ്പൈസ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ എണ്ണ നമുക്ക് വേണം. അതുപോലെ തന്നെ സോഡ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ പപ്പടം പ്രസ് ചെയ്യുന്ന ഒരു ഉപകരണം, അതും നമുക്ക് ആവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പപ്പട നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കും. 200 ഗ്രാം പപ്പടത്തിന് 80 മുതൽ 90 രൂപ വരെ നമുക്ക് ലഭിക്കുന്നു. അതല്ല വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പപ്പടമാണെങ്കിൽ, ഉദാഹരണത്തിന് ജാക്ക് ഫ്രൂട്ട്, ചക്ക കൊണ്ടുള്ള പപ്പടമൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനൊക്കെ 90 മുതൽ 100 രൂപ വരെ ഈടാക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ പപ്പട നിർമ്മാണം എന്ന് പറയുന്നത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. 30 മുതൽ 40% വരെയാണ് നമുക്ക് ഇതിൽ നിന്നും പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നത്. കൂടുതൽ സമയം ഇതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പപ്പട നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. ചോക്ലേറ്റ് നിർമ്മാണമാണ് അടുത്ത ഒരു ബിസിനസ് ഐഡിയ. നമുക്കറിയാം, നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോകുന്ന സമയത്ത് അവിടുന്ന് ചോക്ലേറ്റ് വാങ്ങി കഴിക്കാറുണ്ട്.
പക്ഷെ അതൊക്കെ പലപ്പോഴും ഒറിജിനൽ ആണോ എന്ന സംശയം പോലും നമുക്ക് ഉണ്ടാകും. പക്ഷേ എന്തുകൊണ്ട് അത് നമ്മുടെ വീട്ടിൽ നിർമ്മിച്ച് അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്നില്ല? തീർച്ചയായും വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ചോക്ലേറ്റ് നിർമ്മാണ ബിസിനസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ചോക്ലേറ്റിന് വേണ്ടത്? ഷുഗർ, പഞ്ചസാര ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കോക്കോ മാസ് നമുക്ക് ആവശ്യമുണ്ട്. കോക്കോ ബട്ടർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. തെർമോമീറ്റർ നമുക്ക് ആവശ്യമുണ്ട്. ചോക്ലേറ്റ് ഏത് രൂപത്തിലാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ മോൾഡ് നമുക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 25 മുതൽ 60% വരെ പ്രോഫിറ്റ് മാർജിൻ ഇതിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ, വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി പിന്നീട് വലിയ തുക നിങ്ങൾ അതിലേക്ക് കുറച്ചും കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാവുകയാണെങ്കിൽ തീർച്ചയായും വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു ബിസിനസ് കെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിലവിലുണ്ട്. അതിൻ്റെ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായും മികച്ച രീതിയിലേക്ക് ഈ ബിസിനസ്സുകൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോപ്പ് മേക്കിംഗ് ബിസിനസ്സാണ്, അതായത് സോപ്പ് നിർമ്മാണ ബിസിനസ്സാണ് വീട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ഐഡിയ. സോപ്പ് മേക്കിങ്ങിന് എന്തൊക്കെയാണ് വേണ്ടത്? കോസ്റ്റിക് സോഡ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കുന്ന മോൾഡ് നമുക്ക് ആവശ്യമുണ്ട്. തെർമോമീറ്റർ ആവശ്യമുണ്ട്. അതുപോലെ ഓയിലുകൾ, എന്തൊക്കെ ഓയിലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്? പാം ഓയിൽ ഉപയോഗിക്കാം, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. അതുകൂടാതെ നമ്മൾ എന്ത് സോപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സോപ്പിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹെർബൽ സോപ്പാണെങ്കിൽ ഹെർബൽ സോപ്പിന് ആവശ്യമായിട്ടുള്ള ഹെർബലുകൾ നിങ്ങൾക്ക് വേണം. ചാർക്കോൾ സോപ്പാണെങ്കിൽ ചാർക്കോൾ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള ഏത് സോപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സോപ്പിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ നമുക്ക് ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ എമൗണ്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. 40% മുതൽ 50% വരെയാണ് സോപ്പ് നിർമ്മാണത്തിൽ നിന്നും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നത്. ഇനി അടുത്ത ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് സിൽക്ക് ത്രെഡ് ആണ്. നമുക്കറിയാം ഫാഷനോടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടെല്ലാം കമ്പമുള്ള ആളുകൾ ഒരുപാട് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇവർ പലപ്പോഴും ആക്സസറീസ് എല്ലാം വാങ്ങുന്നത് ഓൺലൈനിൽ ഓർഡർ ചെയ്തു മറ്റുമാണ്. നമ്മൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു സാധനങ്ങൾ അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള ആഭരണങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്നും മികച്ച വരുമാനം നേടാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വള നിർമ്മാണം ആണ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കിറ്റ് ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കമ്മൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കിറ്റും അവൈലബിൾ ആണ്. 300 രൂപ മുതൽ 1000 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ കിറ്റ് ലഭ്യമാണ്. തീർച്ചയായും വളരെ ഈസി ആയിട്ട് 20 മുതൽ 25% വരെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധ്യമാണ്. നിറ്റിംഗ് ബിസിനസ്സാണ് അടുത്ത ബിസിനസ് ഓപ്ഷൻ. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നെയ്ത്ത് ചെയ്യാനുള്ള ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിറ്റിംഗ് ബിസിനസ്സിലൂടെ മികച്ച പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് നിറ്റിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഈ ചെറിയ നെയ്ത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫ്രീഡം ആപ്പിൽ നിറ്റിംഗ് കോഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾ നിറ്റിംഗ് കോഴ്സ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും നിറ്റിങ്ങിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി എന്തൊക്കെയാണ് ഈ നെയ്ത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്? നമുക്ക് സൂചി ആവശ്യമാണ്. അതുപോലെ തന്നെ തുണിത്തരങ്ങളും ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ആവശ്യമാണ്. അതുപോലെ തന്നെ കോട്ടൺ, ലിനൻ, സിൽക്ക്, വൂളൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള മെറ്റീരിയൽസും നമുക്ക് ആവശ്യമാണ്. 1500 രൂപ മുതൽ 2000 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കിറ്റ് ലഭിക്കും. ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം, നിറ്റിംഗ്, നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റ് ഇന്ന് നിലവിലുണ്ട്. തീർച്ചയായും ഈ മാർക്കറ്റ് സാഹചര്യം നിങ്ങൾ മുതലെടുത്തുകൊണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധ്യമാണ്. ടെറാക്കോട്ട ജ്വല്ലറി ബിസിനസ്സാണ് അടുത്ത ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്. കളിമണ്ണ്, ടെറാക്കോട്ട പോട്ടുകൾ, പെയിന്റ് ബ്രഷുകൾ, ജ്വല്ലറി വയറുകൾ, ഓയിൽ അതായത് എണ്ണ, റോളിംഗ് പിന്നുകൾ, ടിഷ്യൂ പേപ്പറുകൾ, അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ മെറ്റീരിയൽസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടെറാക്കോട്ട ജ്വല്ലറി ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധ്യമാണ്. 200 രൂപ മുതൽ 2000 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെറാക്കോട്ട ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ ഈ ഒരു വില എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ സാധിക്കും. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് അതിനകത്തിട്ടോ, നിങ്ങൾ എത്രത്തോളം സമയം ഈ ഒരു ജ്വല്ലറി ഉണ്ടാക്കുന്നതിന് ചെലവഴിച്ചോ, അതിന് കണക്കായിട്ട് ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് നിശ്ചയിക്കാം. അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ 3 ഇരട്ടി വരെ പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് മോഡലാണ് ടെറാക്കോട്ട ജ്വല്ലറി ബിസിനസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കോയമ്പത്തൂരുള്ള ശിഖ ക്രിയേഷൻസ് പ്രതിവർഷം 25 ലക്ഷം രൂപയാണ് ടെറാക്കോട്ട ജ്വല്ലറി വിറ്റുകൊണ്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഖൊരഗ്പൂരുള്ള ലക്ഷ്മി വർമ്മ എന്ന സ്ത്രീ 30ഓളം തൊഴിലാളികളെ വെച്ചുകൊണ്ട്, 30ഓളം എംപ്ലോയീസിനെ വെച്ചുകൊണ്ട് ടെറാക്കോട്ട ബിസിനസ് നടത്തി മികച്ച വരുമാനം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇത്തരം ബിസിനസ്സുകൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. നമുക്ക് ചെറിയ മുതൽ മുടക്കുണ്ടെങ്കിൽ, ചെറിയ ഒരു എമൗണ്ട് നമുക്ക് ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ചെറുതായിട്ട് നിങ്ങളുടെ സ്കില്ല് കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മികച്ച വരുമാനം തന്നെ ഈ ബിസിനസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാം.
ഫ്രീഡം ബിസിനസ് ചാനലിൻ്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും. ബൈ.